വന്നത് വീട്ടിലേക്കായിരിക്കും. എന്നിട്ട് എല്ലാരും കൂടി എന്നാ പൊട്ടൻ കളിക്കലാണോ, ഞാനാണോ ഇതിലെ പൊട്ടൻ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിക്കാണ്. എന്നിട്ട് ഒരു ഗണ്ണും എടുത്ത് താഴേക്ക് ഇറങ്ങി പോവാണ്. അതേ സമയത്ത് ഋഷി അവിടത്തേക്ക് വരുന്നുണ്ടാവും. ഋഷിയെ കയറി ഉപദ്രവിക്കാൻ നോക്കുന്ന സമയത്ത് രാധയുടെ അച്ഛനാണെങ്കിൽ ചേട്ടനിട്ട് നല്ലൊരു തല്ലും കൊടുക്കും. എല്ലാവരും ഇത് കണ്ട് ഷോക്ക് അടിച്ചിരിക്കുന്ന സമയത്ത് രാധയുടെ അച്ഛനാണെങ്കിൽ ഇത്രയും നല്ല പയ്യനെയാണോടാ നീ തല്ലം നോക്കുന്നത്, ഒരു ദിവസം രാത്രിക്ക് നിന്റെ അനിയത്തി ഋഷിയുടെ ചേട്ടനും കൂടെ ഒളിച്ചോടി പോകുന്നത് ഞാൻ കണ്ട് പിന്നാലെ പോയെങ്കിലും ഋഷിയാണ് അവരെ അച്ഛനും അമ്മയും ഫാമിലിയാണ് വലുത് എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നത്. അങ്ങനെയുള്ള ഒരു പയ്യനെ നീ എന്തിനാ ഉപദ്രവിക്കുന്നത്? ഇവൻ നമ്മളെ കുടുംബത്തിന് വേണ്ടി നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് മാത്രമല്ല ഇവൻ കാരണമാണ് ഇത്രയും നല്ലൊരു രീതിയിൽ നമ്മളിപ്പോൾ ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്നത് എന്നും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ തെറ്റൊക്കെ മനസ്സിലാക്കിയ രാധയുടെ ചേട്ടനാണെങ്കിൽ ഋഷിനോട് സോറി പറയാണ്. എന്നിട്ട് ഇപ്പൊ രണ്ട് കുടുംബങ്ങളും ഒന്നായ സമയത്ത് ഋഷി രാധയും കൂടെ ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്നല്ല, ഞങ്ങൾക്ക് തമ്മിൽ ഇഷ്ടത്തിലാണ്, അത് മാത്രമല്ല കല്യാണം കഴിക്കണം എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് കുടുംബങ്ങൾക്കൊക്കെ സന്തോഷമാകണം. അതേസമയത്ത് രാധയുടെ ചേച്ചിയുടെയും ഋഷിയുടെ ചേട്ടനെയും കല്യാണം നടത്തി കൊടുക്കുകയാണ്. പിന്നീട് ഫാമിലി നന്നായിട്ട് എൻജോയ് ചെയ്തതും കാണിച്ചിട്ട് ഈ ഫിലിം ഇവിടെ അവസാനിക്കുകയാണ്. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നല്ല സ്റ്റോറി ആയിട്ട് നാളെ കാണാം.